ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സൺഷസ് നെസ്റ്റോറ. ഇത് ഞങ്ങളുടെ ചെറിയൊരു ദീപാവലി സെലിബ്രേഷൻ ആണ് ഈ കാണുന്നത്. പുകമയമായിരുന്നു, മൊത്തത്തിലൊരു ചറപ്പറ, ഒരു ചെറിയ ബഹളം. പിള്ളേരുടെ ഹാപ്പിനെസ് ആണ് നമ്മുടെ ഹാപ്പിനെസ്. അപ്പോൾ കൂടെ നമ്മൾ എൻജോയ് ചെയ്തു, പിള്ളേരുടെ പേരും പറഞ്ഞ്. അത് വേറെ കാര്യം. അവരുടെ ഒരു സന്തോഷമൊക്കെയാണോ നിങ്ങളീ കാണുന്നത്. ഇതൊക്കെ വാങ്ങിക്കും വരെയുണ്ടല്ലോ, എൻ്റെ കണ്ണും എൻ്റെ പൊന്നപ്പനും ഭയങ്കര ലോകത്തിലുള്ളതിൽ ഏറ്റവും നല്ല കൊച്ചുങ്ങൾ എൻ്റെ പിള്ളേരായിരിക്കും. അത്ര നല്ല പിള്ളേരായിരുന്നു രണ്ടും. അത് കൈ കിട്ടണ വരെ കേട്ടോ, അത് കത്തിക്കണ വരെ. അതങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഒന്നും പറയണ്ട, അലമ്പായിരുന്നു. പിന്നെ രണ്ടും പേടിയുമാണ്, എന്നാൽ എല്ലാം കത്തിക്കാൻ വേണം. വലിയ ആൾക്കാരെ പോലെ എല്ലാം കത്തിക്കാൻ നിൽക്കുകയും വേണം. അന്ന് ഭയങ്കര പേടിയുമാണ്. ജനതാ ഗാരേജ് മൂവിയിലൊക്കെ പറയുന്ന പോലെ ദീപങ്ങളൊക്കെ കത്തിക്കണം എന്നൊക്കെയായിരുന്നു എൻ്റെ ആഗ്രഹമൊക്കെ. പക്ഷെ അതൊന്നും നടന്നില്ല. കുറച്ച് കമ്പിത്തിരിയും മത്താപ്പും ഒക്കെ മേടിച്ച് അങ്ങനെ ഒരു നമ്മളുടെ ടെറസിൽ നിന്ന് ചെറിയൊരു സെലിബ്രേഷനായിട്ട് മാറിയിട്ടോ. ഷോപ്പിലൊക്കെ ചെല്ലുമ്പോൾ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ എല്ലാവരും തന്നെ ഇപ്പോൾ ദീപാവലിയൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അത്ര തിരക്കായിരുന്നു ഓരോ പടക്ക ഷോപ്പുകളിലും. ഇപ്പം ഈ നമ്മൾ പൊട്ടിക്കുന്ന സാധനം ഉണ്ടല്ലോ, ഈ കടയിലെ ചേട്ടൻ പറഞ്ഞത് ഇത് പൊക്കത്ത് പോയി ഭയങ്കര കളർഫുള്ളായിട്ട് പൊട്ടുമെന്നൊക്കെയാണ്. പക്ഷെ പൊട്ടി വന്നപ്പോൾ നമ്മുടെ പണ്ടത്തെ മോഡൽ ചക്രം പോലെ കുറേ ചക്രങ്ങൾ ഒരുമിച്ച് നിലത്തോട്ട് ചാടി ചാടി വന്നു. ഇതൊക്കെ എന്ത് ഐറ്റം പോലുമാണെന്ന് നമുക്കൊരു ഐഡിയ ഇല്ല. എന്തിനാ നമുക്ക് ഐഡിയ ഇല്ല എന്നുള്ളത് പോട്ടെ, വിൽക്കുന്നവർക്ക് പോലും ഒരു ഐഡിയ ഇല്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അത്രയും മോഡൽ സാധനങ്ങളാണ് ഇപ്പോൾ വെറൈറ്റീസ് ഇറങ്ങിയേക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് ഇതൊക്കെ കത്തിക്കുന്നത് തന്നെയാണ് കേട്ടോ ബെറ്റർ. നമ്മുടെ പിള്ളേർ ഇതൊക്കെ കാണുകയും വേണം, അവർ ഇതൊക്കെ എൻജോയ് ചെയ്യണം. പക്ഷെ എന്നാൽ നമ്മളെല്ലാവരും തന്നെ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. ഇല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് അറിയാൻ പാടില്ലാത്ത ഐറ്റമൊക്കെ വാങ്ങിക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മൾ കണ്ടിട്ടുള്ള പഴയ മോഡൽ നമ്മുടെ സംഭവങ്ങളൊക്കെ തന്നെ വാങ്ങിക്കുവാണെങ്കിൽ കുറച്ചുകൂടെ സേഫ് ആയിരിക്കും. അപ്പോൾ എൻ്റെ നെസ്റ്റോറ ഫാമിലിയിലെ എല്ലാവർക്കും ദീപാവലി ആശംസകൾ നേരുന്നു. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്